Hi students. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ഡേ നമ്മുടെ ലാസ്റ്റ് മൊഡ്യൂൾ കംപ്ലീറ്റ് ചെയ്തു. മൊഡ്യൂളല്ലായിരുന്നു, ഫോർ 7th ചാപ്റ്റർ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. അതിലെന്തായിരുന്നു നമ്മുടെ ഓർഗനൈസേഷൻ്റെ ടൈപ്സ്, അതേപോലെ വാട്ട് ഇസ് റെസ്പോൺസിബിലിറ്റി, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്ത്. ഒരു കമ്മിറ്റി ഫോം ഓഫ് ഓർഗനൈസേഷൻ എന്നാണ്, ദെൻ വാട്ട് ഇസ് എ ലൈൻ ഓർഗനൈസേഷൻ, വാട്ട് ഇസ് എ സ്റ്റാഫ് ഓർഗനൈസേഷൻ, വാട്ട് ഇസ് മെൻ ബൈ ദ മാട്രിക്സ് ഓർഗനൈസേഷൻ, അങ്ങനെയുള്ള ഒരു ബേസിക് ആയിട്ടുള്ള ഓർഗനൈസേഷൻ്റെ സ്ട്രക്ചറായിരുന്നു നമ്മൾ പഠിച്ച പല ടൈപ്സ് ആയിട്ട്. സോ ടുഡേ വി വോണ്ട് ടു സ്റ്റാർട്ട് ദ ന്യൂ ചാപ്റ്റർ, that is delegation and decentralization of authority. ഒരു അതോറിറ്റിയുടെ ഡെലിഗേറ്റ് ചെയ്യുന്നത് എങ്ങനെ, അല്ലെങ്കിൽ ഡീസെൻട്രലൈസേഷൻ ഓഫ് അതോറിറ്റി, ഇതിനെ പറ്റിയിട്ട്. അപ്പോൾ ഈ രണ്ട് വാക്കുകൾ നിങ്ങൾക്ക് ഫ്രഷ് ആയിരിക്കും. എന്താ ഡെലിഗേഷൻ എന്ന് പറഞ്ഞാൽ, നമുക്കിപ്പോൾ ഒരു ഡ്യൂട്ടി ചെയ്യാനുണ്ടെങ്കിൽ അത് നമ്മൾ വേറൊരാളിലേക്ക് വെസ്റ്റ് ചെയ്യുക, ഒരാൾക്ക് നമ്മുടെ അതോറിറ്റി കൊടുക്കുക. ഇപ്പോൾ ഞാനൊരു കമ്പനിയിലെ മാനേജറാണെങ്കിൽ ഓൺ മൈ ആബ്സെൻസ് ദ അസിസ്റ്റൻറ്റ് മാനേജർ നീഡ് ടു ടേക്ക് അപ്പ് ദാറ്റ് ഡ്യൂട്ടി, അല്ലേ? ഒരു മാനേജർ ചെയ്തിരുന്ന ഡ്യൂട്ടി ആര് ചെയ്യേണ്ടി വരും? ഒരു അസിസ്റ്റൻറ്റ് മാനേജർ ചെയ്യേണ്ടി വരും. സോ ബിഫോർ ഹി ലീവ്സ് ദ ഓഫീസ്, ചിലപ്പം ഒരു ലീവ് എന്നുള്ള കൺസെപ്റ്റിലായിരിക്കും, ചിലപ്പോൾ പുള്ളി റിസൈൻ ചെയ്യായിരിക്കും. ഇൻ ദാറ്റ് സെൻസ് എന്ത് ചെയ്യണം? ഹി ഷുഡ് ഡെലിഗേറ്റ് ഓൾ ഹിസ് അതോറിറ്റി റിലേറ്റഡ് ടു ദ മാനേജറൽ പോസ്റ്റ് ടു ദാറ്റ് പേഴ്സൺ. മൊത്തത്തിൽ നമ്മൾ ആ ഡ്യൂട്ടി അയാളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കണം. ഇതിനെയാണ് നമ്മൾ ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഒരു ഡ്യൂട്ടിയെ, നമുക്ക് തന്നിരിക്കുന്ന ഒരു റെസ്പോൺസിബിലിറ്റീനെ അല്ലെങ്കിൽ ഒരു അതോറിറ്റീനെ നമ്മൾ ഒരു അസിസ്റ്റൻറ്റിലേക്ക്, നമ്മളെക്കാളും ലോ ലെവലുള്ള ഒരു അസിസ്റ്റൻറ്റിലേക്ക് വെസ്റ്റ് ചെയ്ത് കൊടുക്കുക. സോ ഹി വിൽ ടേക്ക് അപ്പ് ദ ഡ്യൂട്ടി. ലോ ലെവൽ തന്നെ ആവണമെന്നില്ല, നമുക്ക് ഹയർ ലെവൽ ഓഫീസേഴ്സിലേക്കും വെസ്റ്റ് ചെയ്യാൻ പറ്റും. ഇപ്പം നമ്മളൊരു മാനേജറാണ്, പക്ഷെ നമുക്ക് കീഴെ ആരുമില്ല. അപ്പം നമുക്ക് ഈ ഒരു ഓർഗനൈസേഷൻ നമുക്ക് വിട്ടു പോകണമെങ്കിൽ വാട്ട് വി വിൽ ഡു? വി വിൽ ഗീവ് ദാറ്റ് അതോറിറ്റി ടു ദ ഹയർ അതോറിറ്റി ഹു ഹാവ് അപ്പോയിൻറ്റഡ് അസ്. നമ്മൾ അപ്പോയിൻറ്റ് ചെയ്തിരിക്കുന്ന അതോറിറ്റിക്കായിരിക്കും നമ്മളത് ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കുന്നത്. സോ ദിസ് ഇസ് മെൻ ബൈ ദ ഡെലിഗേഷൻ. ആൻഡ് ഡീസെൻട്രലൈസേഷൻ ഓഫ് അതോറിറ്റി എന്ന് പറഞ്ഞാൽ വേറൊരു കൺസെപ്റ്റാണ്. അതിലെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു മെയിൻ ഹെഡ് ഉണ്ടാവും, പുള്ളിയായിരിക്കും ഒരു ഓർഗനൈസേഷൻ റൺ ചെയ്യുന്നത്. ബട്ട് ഹി കാൺ റൺ ദ ഓൾ ഓർഗനൈസേഷൻ ഇൻ വൺ ഹാൻഡ്. ഒറ്റൊരാൾക്ക് എല്ലാം കൂടെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. സോ ഹി വിൽ ഡിവൈഡ് ദറ്റ് സെഷൻസ് ഓൾ ഓർഗനൈസേഷൻ ഇൻ ടു സെവറൽ ഡിപ്പാർട്ട്മെൻറ്റ്സ് ഓർ സെവറൽ പാർട്സ്. പല സെഷൻസ് ആയിട്ടോ ഡിപ്പാർട്ട്മെൻറ്റ്സ് ആയിട്ടോ നമ്മൾ ആ ഓർഗനൈസേഷനെ പല രീതിയിലാക്കും. എന്നിട്ട് അതിലെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റ്സ് അല്ലെങ്കിൽ ഓരോ ഹെഡ്സിനെ വെച്ചിട്ട് ഓരോ സെഷൻസ് ആയിരിക്കും റൺ ചെയ്യുന്നത്. അപ്പം ഒറ്റൊരു മെയിൻ കൺട്രോൾ അല്ലാതെ കുറേ ഇൻഡിവിജ്വൽ കൺട്രോൾസ് ആയിരിക്കും ഇതിനെ നോക്കുന്നത്. അപ്പം അതിനെയാണ് നമ്മൾ ഡീസെൻട്രലൈസേഷൻ ഓഫ് അതോറിറ്റി എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഒറ്റൊരാൾ, സെൻട്രലൈസേഷൻ എന്ന് വെച്ചാൽ ഒറ്റൊരാൾ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു. അപ്പോൾ ഡീസെൻട്രലൈസേഷൻ എന്ന് വെച്ചാൽ വി ആർ അലോട്ടിങ് മെനി പേഴ്സൺ ഫോർ ദാറ്റ് ഡ്യൂട്ടി. നമ്മൾ പല ആൾക്കാരെയാണ് അതിലേക്ക് കൊടുക്കുന്നത്. അപ്പോൾ ഇതാണ് ഡീസെൻട്രലൈസേഷൻ ഓഫ് അതോറിറ്റി. അപ്പോൾ ഡെലിഗേഷൻ എന്ന് പറഞ്ഞാൽ ഇഫ് വി ആർ ഗിവിംഗ് ദാറ്റ് അതോറിറ്റി ടു സം അതർ പേഴ്സൺ ഫോർ റണ്ണിങ്, ഇറ്റ് ഈസ് കോൾഡ് ആസ് ഡെലിഗേഷൻ. ആൻഡ് ഇഫ് വി ആർ ഗിവിംഗ് ദ ഡ്യൂട്ടീസ് ടു ഡിഫറെൻറ്റ് പേഴ്സൺ വിതിൻ ദ സെയിം ഓർഗനൈസേഷൻ, എന്നിട്ട് അവരുടെ എല്ലാം കൂടെ കളക്റ്റീവായിട്ട് ആരിലേക്ക് എത്തിക്കും? ദ മെയിൻ ഹെഡിലേക്ക് എത്തിക്കും. പലരിൽ നിന്ന് കളക്ട് ചെയ്തിട്ട് മെയിൻ ഹെഡിലേക്ക് എത്തുന്നു. അതിനെയാണ് ഡീസെൻട്രലൈസേഷൻ ഓഫ് അതോറിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഡെലിഗേഷൻ എന്താണെന്നും ഡീസെൻട്രലൈസേഷൻ ഓഫ് അതോറിറ്റി എന്നത് ഓൾമോസ്റ്റ് ഒരു മീനിങ് ആയല്ലോ. സോ ഈ ചാപ്റ്ററിൽ നിങ്ങൾക്ക് പഠിക്കേണ്ടതെന്ന് വെച്ചാൽ വാട്ട് ഇസ് മെൻ ബൈ അതോറിറ്റി, ദെൻ വാട്ട് ഇസ് എ റെസ്പോൺസിബിലിറ്റി, ഡെലിഗേഷൻ, the elements of delegation, the process of delegation, the importance and significance of delegation, then centralization, decentralization, its advantages and disadvantages, and how we can measure this decentralization, then what is the distinction between the decentralization and delegation. ഇപ്പം ഞാൻ രണ്ടിൻ്റെയും തമ്മിലുള്ള ഡിഫറൻസ് പറഞ്ഞു. അപ്പോൾ അതിന് കുറച്ച് ഡീപ്പായിട്ടായിരിക്കും നമുക്ക് ഈ സബ്ജക്റ്റിൽ അല്ലെങ്കിൽ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കേണ്ടത്. അപ്പോൾ ഇതിൻ്റെ ലേണിംഗ് ഒബ്ജക്റ്റീവ്സ് ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എന്തിനാണ് നമ്മളിത് പഠിക്കുന്നത്? നമ്മളൊരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുമ്പോൾ നമുക്കിത് യൂസ് ആവുന്നുണ്ട്. നമ്മൾ ഒരു ഓർഗനൈസേഷനിൽ മാനേജറായിട്ട് നിൽക്കുക, അപ്പോൾ നമ്മുടെ ജൂനിയേഴ്സിന് വേണ്ടിയിട്ട് ജൂനിയേഴ്സിലേക്ക് നമ്മൾ ചിലപ്പോൾ നമ്മുടെ അതോറിറ്റി കൊടുക്കുന്നുണ്ടാവും, നമ്മുടെ റെസ്പോൺസിബിലിറ്റി എടുക്കുന്നുണ്ടാവും. അപ്പോൾ അതിനെല്ലാം നമുക്കൊരു ഐഡിയ കിട്ടണം, എന്താണ് ഈ ഡെലിഗേഷൻ അല്ലെങ്കിൽ എന്താണ് ഈ ഡീസെൻട്രലൈസേഷൻ എന്നൊരു ഐഡിയ വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഡെലിഗേഷൻ ആൻഡ് ഡീസെൻട്രലൈസേഷൻ ഓഫ് അതോറിറ്റി എന്ന സബ്ജക്റ്റ് അല്ലെങ്കിൽ ഈ ഒരു ചാപ്റ്റർ തന്നെ നമ്മുടെ കരിക്കുലത്തിൽ ആഡ് ആക്കിയിരിക്കുന്നത്. അപ്പോൾ സോ ഫസ്റ്റ് വി വോണ്ട് ടു സ്റ്റഡി വാട്ട് ഇസ് മെൻ ബൈ അതോറിറ്റി. ഇവിടെ ആദ്യം തന്നിരിക്കുന്ന ഡെഫിനിഷൻ അതോറിറ്റി എന്താണ്. സോ വാട്ട് ഇസ് മെൻ ബൈ അതോറിറ്റി? അതോറിറ്റി മേ ബി ഡിഫൈൻഡ് ആസ് ദ പവർ ടു മേക്ക് ദ ഡിസിഷൻ വിച്ച് ഗൈഡ് ദ ആക്ഷൻസ് ഓഫ് അതേഴ്സ്. That is, it is a power to make the decisions which guide the action of others. നമ്മളുടെ കയ്യിൽ ഒരു പവർ ഉണ്ട്. That we use that power to make decision and give that to and guide the actions of our
ജൂനിയേഴ്സ്, നമ്മളുടെ താഴെയുള്ള ആൾക്കാരിലേക്ക് നമ്മളുടെ ഒരു ആക്ഷൻ അറിയിക്കാൻ അവരാണ് നമ്മളാണ് അവരെ കൊണ്ട് ഓരോ വർക്ക്സ് ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ അതിന് നമുക്കൊരു പവർ ഉണ്ടായിരിക്കണം അല്ലേ. ഇപ്പം ഞാനൊരു വർക്കറാണെങ്കിൽ എൻ്റെ ഹയർ അതോറിറ്റീസ് ആയിട്ടുള്ള മാനേജേഴ്സ് ഉണ്ടാവും, സൂപ്പർവൈസേഴ്സ് ഉണ്ടാവും. സോ ദേ ആർ ഹാവിങ് ദ അതോറിറ്റി ടു കമാൻഡ് മീ ടു ഡു ദാറ്റ് ആക്ടിവിറ്റി. അപ്പം ഒരു സുപ്പീരിയറിന് അവരുടെ ജൂനിയേഴ്സിൻ്റെ മേലെ ഒരു വർക്ക് ചെയ്യാൻ കൊടുക്കുന്ന ഒരു പവർ, അതിനെയാണ് അതോറിറ്റി എന്ന് പറയുന്നത്. ദാറ്റ് ഇസ് ദ പവർ ടു മേക്ക് ദ ഡിസിഷൻ വിച്ച് ഗൈഡ് ദി ആക്ഷൻസ് ഓഫ് അതേഴ്സ്. ഓക്കെ, സോ ദാറ്റ് ഇസ് മെൻ ബൈ ദി അതോറിറ്റി. സോ ഒരു അതോറിറ്റി എന്ന് പറഞ്ഞാൽ എന്തെല്ലാം ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടായിരിക്കണം, അതാണ് നെക്സ്റ്റ് നമുക്ക് പഠിക്കേണ്ടത്. സോ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് അതോറിറ്റി, ദ ഫസ്റ്റ് വൺ ഇസ് ദർ എക്സിസ്റ്റ് എ റൈറ്റ് ഇൻ അതോറിറ്റി. ദാറ്റ് ഇസ് ഒരു റൈറ്റ് ഉണ്ടായിരിക്കണം. സുപ്പീരിയറിന് ആയിരിക്കണം ആ റൈറ്റ് കൊടുത്തിരിക്കുന്നത്. സബോർഡിനേറ്റ്സിന് കൊടുക്കാൻ, ഒരു ആക്ഷൻ ചെയ്യാൻ വേണ്ടി നിർബന്ധിക്കാനുള്ളൊരു റൈറ്റ്. സോ ദർ ഇസ് ജസ്റ്റ് എ റൈറ്റ് ഇൻ അതോറിറ്റി. ദ റൈറ്റ് ഇസ് ഗിവൺ ബൈ എ സുപ്പീരിയർ ടു ദ സബോർഡിനേറ്റ്. സുപ്പീരിയറിന് കൊടുക്കും ഈ റൈറ്റ്, അത് സബോർഡിനേറ്റ്സ് ടു ദ സബോർഡിനേറ്റ്സിലേക്ക് എത്തുന്നു. സോ ദാറ്റ് ഇസ് ദ ഫസ്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് അതോറിറ്റി. Second one is the authority enjoyed by a subordinate is not unlimited. The person is required to use authority as per rules, regulations and norms of the organization. So, authority എപ്പോഴും എൻജോയ് ചെയ്യുന്നത് ആരായിരിക്കും? അതോറിറ്റി എപ്പോഴും ഉള്ള ആർക്കാ? സുപ്പീരിയറിനാണ്. ആൻഡ് the authority enjoyed by the subordinate is not unlimited. Unlimited അല്ല അതോറിറ്റി. ഒരു സബോർഡിനേറ്റിന് അവർക്കുള്ള അതോറിറ്റി എന്ന് പറഞ്ഞാൽ കുറവായിരിക്കും. അതിനേക്കാളും കൂടുതൽ അതോറിറ്റി ആർക്കാണ്? ദ സുപ്പീരിയർ വിൽ ബി ഹാവിങ്. സോ ദ പേഴ്സൺ ഇസ് റിക്വയർഡ് ടു യൂസ് അതോറിറ്റി ആസ് പെർ. ഒരു സബോർഡിനേറ്റ് എപ്പോഴും ഒരു അതോറിറ്റി യൂസ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? അയാളുടെ മേലെ അല്ലെങ്കിൽ ആ കമ്പനിയിൽ ഉണ്ടാകുന്ന റൂൾസ് എന്താണ്, റെഗുലേഷൻസ് എന്താണ്, വാട്ട് ഈസ് ദ നോംസ് ഓഫ് ദ ഓർഗനൈസേഷൻ. ഓൺ ദ ബേസ് ഓഫ് ദാറ്റ് ഹി വിൽ ബി ഹാവിങ് ദ അതോറിറ്റി. സോ അതോറിറ്റി ഫോർ ദ സബോർഡിനേറ്റ് ഈസ് നോട്ട് അൺലിമിറ്റഡ്. ഇറ്റ് ഈസ് നോട്ട് ലിമിറ്റഡ്. നോട്ട് അൺലിമിറ്റഡ് എന്ന് പറഞ്ഞാൽ കൂടുതലില്ല, കുറച്ചേ ഉള്ളൂ എന്ന അർത്ഥമാണ്. ഒരു നെഗറ്റീവ് വന്നപ്പോൾ ദാറ്റ് ഇസ് പോസിറ്റീവ്. ഓക്കെ, സോ ഇറ്റ് ഇസ് ലെസ്. തേർഡ് വൺ ഇസ് ദ അതോറിറ്റി ഈസ് ഗിവൺ ടു ഇൻഫ്ലുവൻസ് ദ ബിഹേവിയർ ഓഫ് സബോർഡിനേറ്റ് സോ ദാറ്റ് ദ റൈറ്റ് തിങ്സ് ആർ ഡൺ അറ്റ് ദ റൈറ്റ് ടൈം. ദാറ്റ് ഇസ് എപ്പോഴും സബോർഡിനേറ്റ് ബിഹേവിയറിനെ കൺട്രോൾ ചെയ്യാൻ അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ അതോറിറ്റി എടുക്കുന്നത് അല്ലേ. ഇപ്പം നമുക്കൊരു വർക്കർ, നമ്മളൊരു സൂപ്പർവൈസറാണ്, നമുക്കൊരു വർക്കറുണ്ട്. സോ വാട്ട് വി വിൽ ഡു, വി വിൽ ഹാവ് ദ അതോറിറ്റി ടു മേക്ക് ഹിം ഡു വാട്ട് ഇസ് റൈറ്റ് അറ്റ് ദ റൈറ്റ് ടൈം. ഏത് സമയത്ത് എന്ത് കാര്യം ചെയ്യണമെന്ന് അയാളിലേക്ക് ഡയറക്റ്റ് ചെയ്യുക അല്ലെങ്കിൽ അയാളുടെ ബിഹേവിയർ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ദ superior or the supervisor can use that authority. So that is the third characteristics of authority. It influences the behavior of the subordinates. Then authority is a relationship between the two individuals, one supervisor and the other subordinates. എപ്പോഴും രണ്ടാൾക്കാർ തമ്മിലുള്ളൊരു റിലേഷൻഷിപ്പിനെയാണ് നമ്മുടെ അതോറിറ്റിയിൽ ഉണ്ടാകുന്നത്. സോ അതോറിറ്റി ഈസ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ടു ഇൻഡിവിജ്വൽസ്, വൺ സുപ്പീരിയർ ആൻഡ് ദി അതർ subordinate. Then authority is a key to the managerial job. ഒരു മാനേജറിയൽ ജോലിക്കുള്ളൊരു മെയിൻ ഘടകമാണ് അല്ലെങ്കിൽ ഒരു കീ എന്ന് പറയാവുന്നതാണ് അതോറിറ്റി. ഇറ്റ് പ്രൊവൈഡ്സ് എ ബേസിസ് ഫോർ ഗെറ്റിംഗ് ദ തിങ്സ് ഡൺ. അതോറിറ്റി ഓൾസോ ഹെൽപ്സ് ഇൻ കോർഡിനേറ്റിംഗ് വേരിയസ് ആക്ടിവിറ്റി. അതോറിറ്റി എപ്പോഴും എന്താ ചെയ്യുക, നമ്മളെ പല കാര്യങ്ങളെ കോർഡിനേറ്റ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദെൻ അതോറിറ്റി ഈസ് എക്സസൈസ് ബൈ മേക്കിംഗ് ഡിസിഷൻസ് ആൻഡ് സീയിങ് ദാറ്റ് ദേ ആർ ക്യാരിഡ് ഔട്ട്. എപ്പോഴും ഒരു നല്ല ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ടാണ് അതോറിറ്റി ഹെൽപ്പ് ചെയ്യുന്നത്. ദെൻ ദോ അതോറിറ്റി ഈസ് ഓൾവേസ് ഒബ്ജക്റ്റീവ്, ഇറ്റ് ഇസ് ബട്ട് എക്സിസ്റ്റൻസ് ഇസ് ഓൾവേസ് സബ്ജക്റ്റീവ്. ഇതൊരു ഒബ്ജക്റ്റീവ് കൺസെപ്റ്റാണ്. എന്ന് വെച്ചാൽ അതൊരു അതോറിറ്റി, ഇങ്ങനെ ഒരു അതോറിറ്റി ഉണ്ട്. ഇപ്പോൾ ഒരു മാനേജറിൻ്റെ അതോറിറ്റി, അതേപോലെ ഒരു ഡോക്ടറിൻ്റെ അതോറിറ്റി, ഒരു നേഴ്സിൻ്റെ അതോറിറ്റി, ഇതെല്ലാം പറയുന്നത് ഒരു ഒബ്ജക്റ്റീവായിട്ടുള്ള കാര്യം, എല്ലാവർക്കും സെയിം ആണ്. പക്ഷേ ചില സമയത്ത് അല്ലെങ്കിൽ അതിൻ്റെ എക്സിസ്റ്റൻസ് എപ്പോഴും സബ്ജക്റ്റീവാണ്. ഒരു മാനേജറിൻ്റെ അതോറിറ്റി ആയിരിക്കുന്നില്ല അതേ പൊസിഷനുള്ള വേറൊരു മാനേജറിൻ്റെ അതോറിറ്റി, ബിക്കോസ് ഈ വിൽ യൂസ് ദാറ്റ് അതോറിറ്റി ഇൻ ഹിസ് സെൻസ്. അപ്പോൾ ഓരോ ആൾക്കാരിനെ ബേസ് ചെയ്ത് അതിനെയാണ് സബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഓരോ പേഴ്സൺ ടു പേഴ്സൺ ഇറ്റ് മേ ഡിഫേഴ്സ്. കുറേ ഡിഫറൻസ് ആയിരിക്കില്ല, മിയർ ഡിഫറൻസസ് വിൽ ബി ദർ. ദാറ്റ് ഇസ് അതോറിറ്റി ഇസ് ഓൾവേസ് ഒബ്ജക്റ്റീവ് ബട്ട് ഇറ്റ് എക്സിസ്റ്റൻസ് ഇസ് ഓൾവേസ് സബ്ജക്റ്റീവ്. ഒരു മാനേജറിൻ്റെ പേഴ്സണാലിറ്റി എന്താണ് അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും അയാൾ എക്സസൈസ് ചെയ്യുന്ന അതോറിറ്റി ഉണ്ടാകുന്നത്. ചില മാനേജേഴ്സ് ഉണ്ടായിരിക്കും ഭയങ്കര ഓട്ടോക്രാറ്റിക് ആയിട്ടുള്ള മാനേജേഴ്സ് ആയിരിക്കും. ഓട്ടോക്രാറ്റിക് മാനേജേഴ്സ് എന്ന് പറഞ്ഞാൽ ആരാ? ഭയങ്കര പവറാന്ന് വെച്ചാൽ ഞാൻ പറയുന്നതേ ഓർഗനൈസേഷനിൽ നടക്കുകയുള്ളൂ എന്ന് നിൽക്കുന്ന ഒരു മാനേജറിനെയാണ് ഓട്ടോക്രാറ്റിക് എന്ന് പറയുക. ദെൻ ബ്യൂറോക്രാറ്റിക് മാനേജേഴ്സ് വിൽ ബി ദർ. ദാറ്റ് ഈസ് ദോസ് മാനേജേഴ്സ് ഹൂ ടേക്ക് ദ ഒപ്പീനിയൻ ഫ്രം ഹിസ് സബോർഡിനേറ്റ്സ് ഓർ ദ ജൂനിയേഴ്സ്. അയാളുടെ ജൂനിയേഴ്സ് ആയിട്ടുള്ള അല്ലെങ്കിൽ വർക്കേഴ്സ് ആയിട്ടുള്ളവരുടെ
ഒരു ഡിസിഷൻസും അല്ലെങ്കിൽ അവരുടെ ഒപ്പീനിയൻസും കൂടി ഇൻക്ലൂഡ് ചെയ്ത് ഹി ടേക്ക് എ ഡിസിഷൻ. സച്ച് ടൈപ്പ് ഓഫ് മാനേജേഴ്സ് ആർ കോൾഡ് bureaucratic managers. So this is the behavior or the personality of the both managers. There is difference. One is autocratic and other is bureaucratic. അപ്പോൾ അവർ തമ്മിൽ ഡിഫറൻസ് ഉണ്ട് ക്യാരക്ടറിസ്റ്റിക്സിലാണെങ്കിലും. അപ്പം അങ്ങനെയുള്ളതിനെ ബേസ് ചെയ്തിട്ട് അതോറിറ്റിയും അവരെ മാറ്റിയെടുക്കാം. ആൻഡ് ദ നെക്സ്റ്റ് വൺ, അതോറിറ്റി ക്യാൻ ബി ഡെലിഗേറ്റഡ്. ദ മാനേജർ ക്യാൻ ട്രാൻസ്ഫർ അതോറിറ്റി ടു ദ സബോർഡിനേറ്റ് ഇൻസ്റ്റെഡ് ഓഫ് എക്സസൈസിങ് ഇറ്റ് ഹിംസെൽഫ്. ഒറ്റയ്ക്ക് ആ ഒരു കാര്യം ചെയ്യുന്നതിന് അതോറിറ്റി ഡെലിഗേറ്റ് ചെയ്യാൻ പറ്റും. ആ മാനേജർ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യണമെന്നില്ല. ഹി ക്യാൻ ഡെലിഗേറ്റ് ദർ അതോറിറ്റി ടു ദ അതർ പേഴ്സൺ. സോ ദിസ് ഇസ് കോൾഡ് ദ അതോറിറ്റി ആൻഡ് ദി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് അതോറിറ്റി. അപ്പോൾ അതോറിറ്റി എന്താണെന്നും അതിൻ്റെ മേജർ ക്യാരക്ടറിസ്റ്റിക്സുമാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, സോ വാട്ട് ഈസ് അതോറിറ്റി ആൻഡ് വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഇത്രയും നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. നൗ വി വോണ്ട് ടു സ്റ്റഡി വാട്ട് ഈസ് എ റെസ്പോൺസിബിലിറ്റി. അപ്പം നമ്മൾ എന്താണ് അതോറിറ്റി എന്ന് പഠിച്ചു. അപ്പോൾ അതോറിറ്റി പോലെ തന്നെയുള്ളൊരു കൺസെപ്റ്റാണ് റെസ്പോൺസിബിലിറ്റി വരുന്നത്. അപ്പം ഒരു സുപ്പീരിയറിന് അവരുടെ സബോർഡിനേറ്റ്സിനെ കൊണ്ട് ഒരു വർക്ക് ചെയ്യിപ്പിക്കാനുള്ള പവറിനെ നമ്മൾ അതോറിറ്റി എന്ന് പറയുന്നു. സോ വാട്ട് വിൽ ബി റെസ്പോൺസിബിലിറ്റി? ഇറ്റ് ഈസ് ഒബ്ലിഗേഷൻ ടു ഡൂ സംതിങ്. അപ്പോൾ ഓരോ സബോർഡിനേറ്റ്സിന് തന്നിരിക്കുന്ന ജോലി അവർ റെസ്പോൺസിബിളായിട്ട് ചെയ്ത് തീർക്കണം. അതിനെയാണ് റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞത്. ഓരോ വർക്ക് അലോട്ട് ചെയ്തതും കറക്റ്റ് ടൈമിൽ കറക്റ്റ് രീതിയിൽ തന്നെ അത് റെസ്പോൺസിബിളായിട്ട് ചെയ്യേണ്ട ഒരു പവർ അല്ലെങ്കിൽ ആ ഒരു ഡ്യൂട്ടിയാണ് നമ്മൾ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുക. സോ ഇറ്റ് ഇസ് എ ഡ്യൂട്ടി ദാറ്റ് വൺ ഹാസ് ടു പെർഫോം ഇൻ ആൻ ഓർഗനൈസേഷൻ ടാസ്ക്, ഫങ്ഷൻസ് ആൻഡ് അസൈൻമെൻറ്റ്സ്. സോ അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി ഗോ സൈഡ് ബൈ സൈഡ്. ഒരു അതോറിറ്റി പറയുന്നതിനനുസരിച്ച് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ആൾക്കാർ അതിനുള്ള ഡ്യൂട്ടി ചെയ്യണം. അതാണ് ഇപ്പോൾ റെസ്പോൺസിബിലിറ്റി വരുന്നത്. അപ്പോൾ വൺ ക്യാൻ ഡെലിഗേറ്റ് അതോറിറ്റി, പക്ഷേ റെസ്പോൺസിബിലിറ്റി ഒരിക്കലും നമുക്ക് ഡെലിഗേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പോൾ ഒരു മാനേജറാണ്, മാനേജർ ലീവിൽ പോകുമ്പോൾ വാട്ട് he will do, he will delegate his authority to the subordinates, but the subordinates cannot delegate his responsibility to do the thing. ഒരു സബോർഡിനേറ്റ്സിന് അവരുടെ റെസ്പോൺസിബിലിറ്റി ഉണ്ട്, അതൊരിക്കലും വേറൊരാളിലേക്ക് നമുക്ക് ഹാൻഡ് ഓവർ ചെയ്യാൻ പറ്റില്ല. ഓൺലി വി ക്യാൻ ഡെലിഗേറ്റ് ദിസ് അതോറിറ്റി വൈൽ ദ റെസ്പോൺസിബിലിറ്റി cannot be delegated. So responsibility is defined as the obligation of the subordinate to whom a duty has been assigned to perform the duty. ഇപ്പോൾ ഒരു ഡ്യൂട്ടി അസൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ചെയ്തു തീർക്കാനുള്ള ആ ഒരു ഒബ്ലിഗേഷൻ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഡ്യൂട്ടീനെയാണ് നമ്മൾ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. സോ ഹിയർ ഇസ് ദ അനദർ ഡെഫിനേഷൻ ഗിവൻ ബൈ ജോർജ് ടെറി defines it as the responsibility is obligation to carry out the assigned activities to the best of his ability. നമ്മുടെ കഴിവിനനുസരിച്ച് നമ്മൾ എത്രത്തോളം ആ ആക്ടിവിറ്റീസിനെ അസൈൻ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ക്യാരി ഔട്ട് ചെയ്യുന്നുണ്ട് അതിനെയാണ് നമ്മൾ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുക. സോ വാട്ട് ആർ ദ മേജർ ഫീച്ചേഴ്സ് ഓഫ് എ റെസ്പോൺസിബിലിറ്റി? അപ്പോൾ മേജർ റെസ്പോൺസിബിലിറ്റി ഫീച്ചേഴ്സ് ആയിട്ട് പറയുന്ന കാര്യങ്ങളാണ് റെസ്പോൺസിബിലിറ്റീസ് ക്യാൻ ബി അസൈൻ ടു ഹ്യൂമൻ ബീങ്സ് ഓൺലി. നമുക്ക് ഒരിക്കലും ഒരു മൃഗങ്ങളോടോ വേറെ എന്തെങ്കിലും തിങ്സിനോടോ ഒരിക്കലും നമുക്ക് റെസ്പോൺസിബിലിറ്റി നിങ്ങൾ അതിന് റെസ്പോൺസിബിൾ ആണെന്ന് പറയാൻ പറ്റത്തില്ല, അല്ലേ? ഓൺലി ഹ്യൂമൻ ബീങ്സ് ക്യാൻ ബി ഗിവൺ ഓർ അസൈൻഡ് വിത്ത് റെസ്പോൺസിബിലിറ്റി. സെക്കൻഡ്, വാട്ട് ഇസ് ഇറ്റ് അറൈസസ് ഫ്രം ദ സുപ്പീരിയർ സബോർഡിനേറ്റ് റിലേഷൻഷിപ്പ്. എപ്പോഴും ഒരു സുപ്പീരിയർ സബോർഡിനേറ്റ് റിലേഷൻഷിപ്പ് ഉള്ള സ്ഥലത്ത് മാത്രമേ ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ടാവുന്നുള്ളൂ. Then it arises from the duty assigned. It may be continual obligation or restricted to the performance of a single task. ചിലപ്പോൾ റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ ഒരു അസൈൻമെൻറ്റ് ഒരു പ്രൊജക്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രമായിരിക്കാം. ചിലപ്പോൾ ഓവറോൾ ആയിട്ട് കുറച്ച് റെസ്പോൺസിബിലിറ്റി ഉണ്ടാവും. ഇപ്പോൾ ഒരു മാനേജറിന് അയാൾ ചെയ്യുന്ന ആക്ടിവിറ്റീസ് എല്ലാം CEO-നെ അല്ലെങ്കിൽ MD അറിയിക്കേണ്ടത് ഇറ്റ് ഇസ് ഹിസ് ലോങ് ടൈം റെസ്പോൺസിബിലിറ്റി. മാനേജറായിട്ട് നിൽക്കുന്ന അത്രയും കാലത്തോളം അയാൾ CEO-നോ അതേപോലെ MD-യുടെ അടുത്തോ റെസ്പോൺസിബിൾ ആയിരിക്കും അബൌട്ട് ഹിസ് ഡ്യൂട്ടി, അബൌട്ട് ഹിസ് ഡെയിലി ആക്ടിവിറ്റീസ്, എവറിത്തിങ്. പക്ഷേ ചില സമയങ്ങളിൽ ചില ആക്ടിവിറ്റീസ് ഒരു പ്രൊജക്റ്റ് ഏറ്റെടുത്തിരിക്കുകയാണ് ഒരു മാനേജർ, മാർക്കറ്റിങ്ങിൻ്റെ അഡ്വർടൈസ്മെൻറ്റ്സ് ഏറ്റെടുത്തിരിക്കുകയാണെങ്കിൽ ഇൻ ദാറ്റ് സെൻസ് വാട്ട് ഹാപ്പൻസ് അപ്പോൾ മാത്രമാണ് ആ ഒരു പ്രൊജക്റ്റിനെ പറ്റിയിട്ടുള്ള റെസ്പോൺസിബിലിറ്റി ആ മാനേജറിന് ഉണ്ടാകുന്നത്. സോ ഇറ്റ് ക്യാൻ ബി ലോങ് ലാസ്റ്റിംഗ് ഓർ ഇറ്റ് ക്യാൻ ബി ഷോർട്ട് ലീവ്ഡ്. ഇപ്പോൾ രണ്ട് രീതിയിലുണ്ടാകും. ദ റെസ്പോൺസിബിലിറ്റി ഓഫ് എ കൺസൾട്ടൻറ്റ് മേ ബി ഫോർ ദ കംപ്ലീഷൻ ഓഫ് ഇറ്റ്സ് അസൈൻമെൻറ്റ്, വെറാസ് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് എ സെയിൽസ് പേഴ്സൺ ഇസ് എ കണ്ടിന്യൂയിങ് നേച്ചർ. Next one is the responsibility may be defined in terms of functions, targets or goals. For example, responsibility of a marketing manager may be in the form of a function and the responsibility of a salesman may be in the form of a target. അപ്പോൾ രണ്ട് രീതിയിലാവാം ഒരു
ദിസ് റെസ്പോൺസിബിലിറ്റി എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഒരു മാർക്കറ്റിംഗ് മാനേജർ ആണെങ്കിൽ അയാൾ എന്തെല്ലാം ആക്ടിവിറ്റീസ് ചെയ്യുന്നുണ്ട്, മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ടുള്ള എല്ലാ ആക്ടിവിറ്റീസും അയാളുടെ ഒരു റെസ്പോൺസിബിലിറ്റിയാണ്. വൈൽ ഫോർ എ സെയിൽസ് പേഴ്സൺ വേറെ ഒരു റെസ്പോൺസിബിലിറ്റി അല്ല. ഹീസ് മെയിൻ റെസ്പോൺസിബിലിറ്റി ആൻഡ് ഓൺലി റെസ്പോൺസിബിലിറ്റി വാസ് ടു ഇൻക്രീസ് ദ സെയിൽസ്, അല്ലെങ്കിൽ അയാളുടെ ടാർഗറ്റ് മീറ്റ് ചെയ്യുക എന്നത് മാത്രമായിരിക്കും ഒരു സെയിൽസ് പേഴ്സൻ്റെ റെസ്പോൺസിബിലിറ്റി. ഓക്കെ, സോ ദാറ്റ് ഇസ് ദ ഫോർത്ത് പോയിന്റ്. Then fifth one is the responsibility of a subordinate is an obligation to perform the assigned task. അപ്പം റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ, തന്നിരിക്കുന്ന ജോലി കറക്റ്റ് ടൈമിൽ ചെയ്തിരിക്കുന്നുണ്ടോ, കറക്റ്റ് പ്രോപ്പർ സീക്വൻസിലാണോ ചെയ്തിരിക്കുന്നത്, ഇതൊക്കെയാണ് റെസ്പോൺസിബിലിറ്റിയിൽ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. So next one is the responsibility cannot be delegated. നമ്മൾ നേരത്തെ പറഞ്ഞു, only authority can be delegated to some other person, while the responsibility cannot be delegated to any of the person. A subordinate must perform the assigned duty himself or get it done from his subordinates, but he remains responsible for the work. അപ്പോൾ ആ റെസ്പോൺസിബിലിറ്റി എപ്പോഴും ആർക്കായിരിക്കും, ആ സെയിൽസ് പേഴ്സൺ ആയിരിക്കും. പക്ഷേ സെയിൽസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ സെയിൽസ് പേഴ്സൺ തന്നെയായിരിക്കും അതിൻ്റെ റെസ്പോൺസിബിലിറ്റി. പക്ഷേ വേറൊരാൾക്കും അയാൾക്കത് കൊടുക്കാൻ പറ്റത്തില്ല എന്നാണ് ഇതിൻ്റെ വേറൊരു ഫീച്ചറായിട്ട് പറഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ് ഇസ് ദ റെസ്പോൺസിബിലിറ്റി ഓൾവേസ് ഫ്ലോ അപ്വേർഡ്. എപ്പോഴും റെസ്പോൺസിബിലിറ്റി ആരായിരിക്കും, മുകളിലോട്ടാണ് പോകുന്നത്. അതോറിറ്റി ഒരു ടോപ്പ് ഡൗൺ അപ്രോച്ചാണ്, മുകളിൽ നിന്നാണ് അതോറിറ്റി ഡെലിഗേറ്റ് ചെയ്ത് പോകുന്നത്. എന്നാൽ റെസ്പോൺസിബിലിറ്റി എപ്പോഴും എങ്ങനെയാണ്, ഇറ്റ് ഫ്ലോസ് അപ്വേർഡ്. ദാറ്റ് സബോർഡിനേറ്റ്സ് റിമെയിൻ അക്കൗണ്ടബിൾ ടു ഇറ്റ്സ് സുപ്പീരിയർ. എപ്പോഴും സബോർഡിനേറ്റ് സുപ്പീരിയറിന് അക്കൗണ്ടബിൾ ആയിട്ട് തന്നെ ഇരിക്കുന്നു. And the last one is responsibility arises out of the delegation of authority. അതോറിറ്റി കൊടുക്കുന്നതിനനുസരിച്ചാണ് റെസ്പോൺസിബിലിറ്റി ഉണ്ടാകുന്നത്. ഇപ്പം ഞാനൊരു മാർക്കറ്റിംഗ് മാനേജർ ആണെങ്കിൽ ഞാൻ എൻ്റെ അസിസ്റ്റൻറ്റിനായിട്ട് ഞാൻ അതോറിറ്റി ഡെലിഗേറ്റ് ചെയ്യുന്നു. ഞാൻ ലീവിന് പോവുകയാണെങ്കിൽ ഐ വിൽ ഗീവ് ദാറ്റ് ഡ്യൂട്ടി ഓർ ദാറ്റ് അതോറിറ്റി ടു ദ സബോർഡിനേറ്റ്. ഇൻ ദാറ്റ് സെൻസ് വാട്ട് ഹാപ്പൻസ്, അപ്പോഴാണ് അയാൾക്കൊരു റെസ്പോൺസിബിലിറ്റി വരുന്നത്. ഞാൻ പറഞ്ഞിട്ടുള്ള എൻ്റെ ഡ്യൂട്ടീസ് എല്ലാം ഏൽക്കുന്നു. സോ ഹീ ഷുഡ് ബി റെസ്പോൺസിബിൾ ഫോർ ദ വർക്ക് ഹീ ഈസ് ഗോയിങ് ടു ഡു ഇൻ ബിഹാഫ് ഓഫ് മീ. എൻ്റെ ബിഹാഫിൽ ചെയ്യുന്ന കാര്യങ്ങൾക്കൊക്കെ അയാൾ റെസ്പോൺസിബിൾ ആവുന്നു. സോ ഓൾവേസ് റെസ്പോൺസിബിലിറ്റി അറൈസ് ഔട്ട് ഓഫ് ദി അതോറിറ്റി. നെക്സ്റ്റ് വൺ ഇസ് അബൌട്ട് ഡെലിഗേഷൻ. എന്താണ് ഡെലിഗേഷൻ എന്ന് പറഞ്ഞു? ഡെലിഗേറ്റ് ചെയ്യാന്ന് വെച്ചാൽ നമ്മളുടെ അതോറിറ്റി വേറൊരാളിലേക്ക് കൊടുക്കുന്നതിനെ നമ്മൾ ഡെലിഗേഷൻ എന്ന് പറയാം. സോ ഡെലിഗേഷൻ ഇസ് അഡ്മിനിസ്ട്രേറ്റീവ് പ്രോസസ് ഓഫ് ഗെറ്റിംഗ് തിങ്സ് ഡൺ ബൈ അതേഴ്സ് ബൈ ഗിവിംഗ് ദം റെസ്പോൺസിബിലിറ്റി. ബാക്കിയുള്ളവർക്ക് ഒരു റെസ്പോൺസിബിലിറ്റി കൊടുത്ത് അവരെ കൊണ്ടൊരു വർക്ക് ചെയ്യിപ്പിക്കുന്ന ആ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് പ്രോസസ്സിനെയാണ് നമ്മൾ ഡെലിഗേഷൻ എന്ന് പറയാം. സോ ഓൾ ഇമ്പോർട്ടൻറ്റ് ഡിസിഷൻ വിൽ ബി ടേക്കൺ ബൈ ദ ടോപ്പ് ലെവൽ മാനേജേഴ്സ് ഓർ ടോപ്പ് ലെവൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. ബട്ട് അതർ ഡ്യൂട്ടീസ് അതെല്ലാം എക്സിക്യൂട്ട് ചെയ്യുന്ന ആർക്കായിരിക്കും? CEO ആയിരിക്കും. സോ ദ CEO അസൈൻസ് ദ വർക്ക് ടു ഡിപ്പാർട്ട്മെൻറ്റൽ മാനേജർ ഇൻ ടേൺ, ഹൂ ഇൻ ടേൺ ഡെലിഗേറ്റ് അതോറിറ്റി ടു ദ സബോർഡിനേറ്റ്സ്. അപ്പോൾ എങ്ങനെയാണ് ഡെലിഗേഷൻ വരുന്നതെന്നാണ് പറഞ്ഞത്. അപ്പോൾ ടോട്ടൽ ഏറ്റവും ടോപ്പായിട്ടുള്ള ഡിസിഷൻസ് എടുക്കുന്ന ആരായിരിക്കും? CEO ആയിരിക്കാം, അല്ലെങ്കിൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആയിരിക്കും. അവരത് എടുക്കുന്ന തീരുമാനങ്ങൾ അത് ലോവർ ലെവൽ എംപ്ലോയീസിലേക്ക് എത്തിക്കും. അപ്പോൾ ആദ്യം ഡിപ്പാർട്ട്മെൻറ്റൽ CEO ആയിരിക്കും അതിൻ്റെ ഡ്യൂട്ടീസ് നോക്കുന്നത്. അതിനുശേഷം അവർ ആരിലേക്ക് ഡെലിഗേറ്റ് ചെയ്യും? ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് മാനേജേഴ്സിലേക്ക് ഡെലിഗേറ്റ് ചെയ്യും. ആൻഡ് ദ മാനേജേഴ്സ് ഇൻ ടേൺ വിൽ ഡെലിഗേറ്റ് ദോസ് അതോറിറ്റി ടു ദ സബോർഡിനേറ്റ്സ്. അങ്ങനെയാണ് ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി സംഭവിക്കുന്നത്. Okay, so every superior delegates authority to the subordinates for a particular work to be done. അപ്പോൾ ഇങ്ങനെയാണ് ഡെലിഗേഷൻ പ്രോസസ്സ് വരുന്നതെന്നാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. സോ ദർ ഇസ് എ ലിമിറ്റ് അപ് ടു വിച്ച് എ പേഴ്സൺ ക്യാൻ സൂപ്പർവൈസ് ദ സബോർഡിനേറ്റ്സ്. നമുക്ക് അതിനൊരു ടേം ഉണ്ട്, സ്പാൻ ഓഫ് കൺട്രോൾ എന്ന് പറയും. നമ്മളൊരു മാനേജർ ആണെങ്കിൽ നമുക്ക് എത്രത്തോളം സബോർഡിനേറ്റ്സിനെ നമ്മുടെ കീഴെ വെക്കാം എന്നതിൻ്റെ ഒരു എണ്ണത്തിനെയാണ് നമ്മൾ സ്പാൻ ഓഫ് കൺട്രോൾ എന്ന് പറയുന്നത്. അതിനെപ്പോഴും ഒരു ലിമിറ്റ് ഉണ്ട്. നമുക്ക് കൂടുതൽ ഒരു എംപ്ലോയിക്ക് തന്നെ അയാളുടെ കീഴിൽ ഒരു 100 പേരെയോ ഒരു 200 പേരെയോ ഒന്നും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. സോ വി വിൽ ഗീവ് റെസ്പോൺസിബിലിറ്റി ടു വൺ പേഴ്സൺ ഇൻ ടേൺ and they will be controlling the subordinates under him. അപ്പം അങ്ങനെ നമ്മൾ ഡെലിഗേറ്റ് ചെയ്ത് നമ്മുടെ അതോറിറ്റി ഡെലിഗേറ്റ് ചെയ്തിട്ട് മാത്രമായിരിക്കും നമ്മൾ വർക്ക് ചെയ്യിപ്പിക്കുന്നതും അവരെ സൂപ്പർവൈസ് ചെയ്യുന്നതും. സോ ദിസ് ഈസ് ദ പർപ്പസ് ഓഫ് ഡെലിഗേഷൻ. അപ്പോൾ ഡെലിഗേഷൻ എന്തിനാണ്? സൂപ്പർവിഷൻ കുറച്ചുകൂടെ ഈസി ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡെലിഗേഷൻ എന്ന അഡ്മിനിസ്ട്രേറ്റീവ് പ്രോസസ്സ് ഒരു ഓർഗനൈസേഷനിൽ അണ്ടർഗോ ചെയ്യുന്നത്. സോ ഹിയർ വൺ ഡെഫിനിഷൻ ഇസ് ഓൾസോ ഗിവൺ ഫോർ ദി ഡെലിഗേഷൻ. ദാറ്റ് ഈസ് delegation is the entrustment of a part of a work or responsibility and authority to another and the creation of accountability for performance. അപ്പോൾ നമ്മുടെ വർക്കിൻ്റെ ഒരു ഭാഗമോ അല്ലെങ്കിൽ നമ്മളൊരു റെസ്പോൺസിബിലിറ്റിയോ അതോറിറ്റിയോ വേറൊരാളിലേക്ക് നമ്മൾ ഡെലിഗേറ്റ് ചെയ്യാണ്, ഓർ വി ആർ എൻട്രസ്റ്റിംഗ് ദം വിത്ത് സം വർക്ക് ആൻഡ് ഇറ്റ് വിൽ ക്രിയേറ്റ് എ അക്കൗണ്ടബിലിറ്റി ഓഫ് പെർഫോമൻസ്. ഒരു പെർഫോമൻസിൻ്റെ അക്കൗണ്ടബിലിറ്റി എന്താണെന്ന് നമ്മൾ പഠിച്ചു അല്ലേ?
ഇനി നമുക്കറിയേണ്ട വാട്ട് ഈസ് എ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഡെലിഗേഷൻ. ഇപ്പോൾ അതോറിറ്റിയിൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെ അതോറിറ്റി എന്താണ്, ഓൺലി അതോറിറ്റി ക്യാൻ ബി ഡെലിഗേറ്റഡ് വൈൽ ദ റെസ്പോൺസിബിലിറ്റി കാൺ ബി ഡെലിഗേറ്റഡ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചില്ലേ. അപ്പോൾ അത് അതോറിറ്റിയുടെ ഫീച്ചേഴ്സ് എന്താണെന്ന് പറഞ്ഞു. അതേപോലെ തന്നെ ഒരു ഡെലിഗേഷൻ ഓഫ് അതോറിറ്റിയുടെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് എന്ന് ചോദിച്ചാൽ ദ ഫസ്റ്റ് വൺ ഇസ് ഡെലിഗേഷൻ ടേക്സ് പ്ലേസ് വെൻ എ മാനേജർ ഗ്രാൻഡ് സം ഓഫ് എസ് പവർ ടു ദ സബോർഡിനേറ്റ്സ്. എപ്പോഴെങ്കിലും നമ്മളുടെ പവർ നമ്മുടെ സബോർഡിനേറ്റ്സിന് കൊടുക്കുമ്പോഴാണ് ഡെലിഗേഷൻ എന്ന കൺസെപ്റ്റ് ഉണർന്നു വരുന്നത്. ഓർ ഇറ്റ് comes into existence only when the major or the manager delegates or give his powers to the subordinates. Second one is the delegation occurs only when the person delegating the authority himself has the authority. That is, a manager must possess what he wants to delegate. എന്നുവെച്ചാൽ ഒരു മാനേജറിനുള്ള കഴിവുകൾ അല്ലെങ്കിൽ അയാൾക്കുള്ള പവേഴ്സാണ് നമ്മൾ ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കുന്നത് അല്ലേ. അപ്പോൾ നമുക്കുള്ളത് മാത്രമേ നമുക്ക് ഡെലിഗേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഒരു മാനേജറാണ്, ഞാനൊരു മാർക്കറ്റിംഗ് മാനേജറാണ്, എന്നാൽ ഫിനാൻസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ഒരു മാർക്കറ്റിംഗ് മാനേജറിൻ്റെ കയ്യിലുണ്ടാവില്ല, അല്ലെങ്കിൽ അതിനുള്ള പവർ ഇല്ല. സോ ഹി കാൺ ഡെലിഗേറ്റ് ദ ഫിനാൻഷ്യൽ വർക്ക്സ് ടു ഹിസ് സബോർഡിനേറ്റ്. ഒരിക്കലും ഒരു ഫിനാൻഷ്യൽ വർക്ക് നമുക്ക് സബോർഡിനേറ്റിലേക്ക് ഡെലിഗേറ്റ് ചെയ്യാൻ പറ്റില്ല. ഓൺലി ദ വർക്ക് ദാറ്റ് വി പൊസസ് ഓർ ഓൺലി ദ പവർ ദാറ്റ് വി ഹാവ് ക്യാൻ ബി ഡെലിഗേറ്റഡ് ടു അവർ സബോർഡിനേറ്റ്. ഇപ്പം ഒരു ബഡ്ജറ്റ് പ്രിപ്പറേഷൻ ആണ് ഒരു ഡ്യൂട്ടി ഉണ്ടായിരുന്ന ഫിനാൻസ് മാനേജറിന്. ഇപ്പം ഞാനൊരു മാർക്കറ്റിംഗ് മാനേജറാണ്, ബട്ട് ഐ ക്യാൻ ഡെലിഗേറ്റ് ദാറ്റ് പ്രിപ്പറേഷൻ ഓഫ് ബഡ്ജറ്റ് ടു മൈ സബോർഡിനേറ്റ് ബിക്കോസ് ഐ ഡോണ്ട് ഹാവ് ദ പവർ ടു ഡെലിഗേറ്റ് ദാറ്റ് ഡ്യൂട്ടി ബിക്കോസ് ഐ ഡോണ്ട് ഹാവ് ദ ഡ്യൂട്ടി. ഞാൻ ചെയ്യുന്ന ഡ്യൂട്ടി അല്ല ഒരു ബഡ്ജറ്റ് ഉണ്ടാക്കുന്നത്. സോ ഐ കാൻ ഡെലിഗേറ്റ് ദാറ്റ് അതോറിറ്റി ടു ദ സബോർഡിനേറ്റ്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഡെലിഗേഷൻ ഓൺലി occurs when the person delegating the authority has the authority. നമുക്ക് ആ കഴിവുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ പവർ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഡെലിഗേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. നെക്സ്റ്റ് ഇസ് ഓൺലി എ പാർട്ട് ഓഫ് അതോറിറ്റീസ് ഡെലിഗേറ്റഡ് ടു ദ സബോർഡിനേറ്റ്. നമുക്ക് മുഴുവൻ എല്ലാ കാര്യങ്ങളും നമുക്ക് സബോർഡിനേറ്റ് ഡെലിഗേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഓൺലി എ പാർട്ട് ഓഫ് ദി അതോറിറ്റി ക്യാൻ ബി ഡെലിഗേറ്റഡ് ടു ദ സബോർഡിനേറ്റ്സ്. ഓക്കെ, ദെൻ എ മാനേജർ ഡെലിഗേറ്റിംഗ് അതോറിറ്റി ക്യാൻ റെഡ്യൂസ്, എൻഹാൻസ് ഓർ ടേക്ക് ഇറ്റ് ബാക്ക്. He exercise full control over the activities of the subordinate even after delegating. ഇപ്പം നമ്മൾ നമ്മുടെ ഡ്യൂട്ടി ഡെലിഗേറ്റ് ചെയ്ത് കൊടുത്തു. ഇപ്പം ഒരു ദിവസത്തെ ഫുൾ ആക്ടിവിറ്റി നമ്മൾ ഡെലിഗേറ്റ് ചെയ്ത് കൊടുത്തു നമ്മുടെ സബോർഡിനേറ്റ് എന്ന് വെച്ചോ. പക്ഷേ കുറച്ച് നേരം കഴിഞ്ഞ് അല്ലെങ്കിൽ നമുക്ക് തോന്നുക ഇത്രയും ആക്ടിവിറ്റീസ് പുള്ളിക്ക് ചെയ്യാൻ പറ്റില്ല, നമ്മുടെ സബോർഡിനേറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് തോന്നുന്ന പക്ഷത്തിൽ നമുക്ക് വേണമെങ്കിൽ റെഡ്യൂസ് ചെയ്യാം. ഇത്രയും റെസ്പോൺസിബിലിറ്റി വേണ്ട, റെഡ്യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ എൻഹാൻസ് ചെയ്യാൻ പറ്റും, വേണമെങ്കിൽ കുറച്ചുകൂടെ ഡ്യൂട്ടീസ് എക്സ്ട്രാ കൊടുക്കാം, അല്ലെങ്കിൽ മൊത്തത്തിൽ നമുക്ക് തിരിച്ചെടുക്കാം. ദാറ്റ് ഈസ് ദ അതോറിറ്റി ഓർ ദാറ്റ് ഈസ് എ പവർ ഓഫ് എ സുപ്പീരിയറിന് അങ്ങനെ ഒരു ഡെലിഗേറ്റ് ചെയ്ത അതോറിറ്റി തിരിച്ചെടുക്കാനോ കുറയ്ക്കാനോ കൂട്ടാനോ ഉള്ള റൈറ്റ് ഉണ്ട്. ആൻഡ് ദ ലാസ്റ്റ് വൺ ഇസ് ഇറ്റ് ഇസ് ഓൺലി ദ അതോറിറ്റി വിച്ച് ഇസ് ഡെലിഗേറ്റഡ് ആൻഡ് നോട്ട് ദ റെസ്പോൺസിബിലിറ്റി. നമ്മളിത് നേരത്തെ പറഞ്ഞുള്ളൂ, അതോറിറ്റി ക്യാൻ ബി ഡെലിഗേറ്റഡ് വൈൽ ദ റെസ്പോൺസിബിലിറ്റി കാൻ ബി ഡെലിഗേറ്റഡ് ഇൻ എനി ടേംസ്. അപ്പോൾ നമ്മൾ ഡെലിഗേഷൻ അതോറിറ്റി എന്താണെന്ന് പറഞ്ഞു, വാട്ട് ഈസ് ഡെലിഗേഷൻ പറഞ്ഞു, വാട്ട് ആർ ദ മേജർ ഫീച്ചേഴ്സും പറഞ്ഞു. ഇനി ലാസ്റ്റ് വി വോണ്ട് ടു സ്റ്റഡി വാട്ട് ആർ ദ എലമെൻറ്റ്സ് ഓഫ് ഡെലിഗേഷൻ. ഒരു ഡെലിഗേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്തെല്ലാം നോക്കണം, അല്ലെങ്കിൽ എന്തൊക്കെയാണ് അതിൻ്റെ ഭാഗങ്ങൾ എന്ന് ചോദിച്ചാൽ ദ ഫസ്റ്റ് വൺ ഇസ് അസൈൻമെൻറ്റ് ഓഫ് റെസ്പോൺസിബിലിറ്റി. So, the first step in delegation is assignment of work or duty to the subordinate, that is delegation of authority. First step ആയിട്ട് നമ്മൾ പറയുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഡ്യൂട്ടി നമ്മുടെ സബോർഡിനേറ്റിലേക്ക് കൊടുക്കുന്നു. അതാണ് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ് നമ്മൾ അസൈൻ ചെയ്ത് കൊടുക്കുന്നത്. അസൈൻമെൻറ്റ് ഓഫ് റെസ്പോൺസിബിലിറ്റി, that is the superior asks the subordinate to perform a particular task in a period of time. It is a prescription of the role assigned to the subordinate. നമ്മൾ സബോർഡിനേറ്റിന് എത്രത്തോളം റോള് കൊടുക്കുന്നുണ്ട്, നമ്മളുടെ എത്രത്തോളം പവേഴ്സ് ഏൽപ്പിച്ചു കൊടുക്കുന്നുണ്ട്, അതാണ് ഈ ഫസ്റ്റ് എലമെൻ്റ് ആയിട്ട് വരുന്നത് അസൈൻമെൻറ്റ് ഓഫ് റെസ്പോൺസിബിലിറ്റി. സെക്കൻഡ് വൺ ഇസ് ഗ്രാൻഡ് ഓഫ് അതോറിറ്റി. നമ്മുടെ അതോറിറ്റിയാണ് സെക്കൻഡ് കൺസെപ്റ്റ് വരുന്നത്. നമ്മൾ ഡെലിഗേറ്റ് ചെയ്യാണ് നമ്മൾ അതോറിറ്റിയെ. സോ ദ ഡെലിഗേറ്റർ ഗ്രാൻഡ്സ് അതോറിറ്റി ടു ദ സബോർഡിനേറ്റ് സോ ദാറ്റ് ദ അസൈൻ ടാസ്ക് ഈസ് അക്കംപ്ലിഷ്. കറക്റ്റ് ടൈമിൽ തന്നെ നമ്മളുടെ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ടോ, അതാണ് സെക്കൻഡ് സ്റ്റെപ്പിൽ വരുന്ന ഗ്രാൻഡ് ഓഫ് അതോറിറ്റി. സോ അതോറിറ്റി ഈസ് ഡിറൈവ്ഡ് ഫ്രം റെസ്പോൺസിബിലിറ്റി എന്ന് പറയാം. റെസ്പോൺസിബിലിറ്റി എടുക്കുമ്പോഴാണ് അല്ലെങ്കിൽ അതിൽ നിന്നാണ് ഒരു അതോറിറ്റി എന്ന കൺസെപ്റ്റിൻ്റെ ഉത്ഭവം പറയുന്നത്. ദാറ്റ് ഇസ് ഇറ്റ് ഇസ് എ പവർ. അതോറിറ്റി നമ്മൾ പറഞ്ഞു, ഇറ്റ് ഇസ് എ പവർ ടു ഓർഡർ or command, delegate from superior to enable subordinate to discharge his responsibility. അതാണ് സെക്കൻഡ് എലമെൻ്റ് ആയിട്ട് വരുന്ന ഗ്രാൻഡ് ഓഫ് അതോറിറ്റി. ആൻഡ് ദ തേർഡ് വൺ ഇസ് ക്രിയേഷൻ ഓഫ് അക്കൗണ്ടബിലിറ്റി. അപ്പോൾ നമ്മൾ അതോറിറ്റി ഡെലിഗേറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്താ സംഭവിക്കുന്നത്, ഒരു അക്കൗണ്ടബിലിറ്റി എന്ന കൺസെപ്റ്റ് ഉണർന്നു വരിക. അക്കൗണ്ടബിലിറ്റി എന്ന് പറയുന്ന കാര്യം എന്താ, നമ്മൾ ചെയ്യുന്ന കാര്യത്തിന് നമ്മൾ ഫുള്ളി അക്കൗണ്ടബിൾ ആയിരിക്കണം. അത് നമ്മളായിരിക്കണം അതിനുള്ള ഫുൾ എല്ലാ റിസ്ക് ഉണ്ടെങ്കിൽ അത് ബിയർ ചെയ്യേണ്ടത്, അതിൻ്റെ പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ ബിയർ ചെയ്യേണ്ടത് എല്ലാം നമ്മളായിരിക്കണം.
അപ്പം നമ്മളൊരു ഡെസിഷൻ എടുക്കും, മാർക്കറ്റിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ഡെസിഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ ആ മാർക്കറ്റിംഗ് ആക്ടിവിറ്റി നന്നായിട്ട് പോയാലും മോശമായി വന്നാലും അതിനെല്ലാം അക്കൗണ്ടബിൾ, അല്ലെങ്കിൽ അതിനെല്ലാം ഉത്തരവാദി ആരായിരിക്കും? ഞാനായിരിക്കും. അപ്പോൾ അതിനെയാണ് ക്രിയേഷൻ ഓഫ് അക്കൗണ്ടബിലിറ്റി എന്ന് പറയുന്നത്. തേർഡ് എലമെൻ്റ് ആയിട്ട് വരുന്നതാണ് ക്രിയേഷൻ ഓഫ് അക്കൗണ്ടബിലിറ്റി. സോ ദ ഫസ്റ്റ് എലമെൻറ്റ് ഓഫ് ഡെലിഗേഷൻ ഇസ് അസൈൻമെൻറ്റ് ഓഫ് റെസ്പോൺസിബിലിറ്റി, സെക്കൻഡ് വൺ ഇസ് ഗ്രാൻഡ് ഓഫ് അതോറിറ്റി, ആൻഡ് തേർഡ് വൺ ഇസ് ക്രിയേഷൻ ഓഫ് റെസ്പോൺസിബിലിറ്റി. ഇപ്പോൾ ക്രിയേഷൻ ഓഫ് അക്കൗണ്ടബിലിറ്റി. റെസ്പോൺസിബിലിറ്റി അസൈൻ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി വി ആർ ഗ്രാൻഡഡ് വിത്ത് അതോറിറ്റി, ആൻഡ് ദർ ഇസ് എ ക്രിയേഷൻ ഓഫ് അക്കൗണ്ടബിലിറ്റി. അപ്പം 3 എലമെൻറ്റ്സ് എന്താണ് നമ്മുടെ ഡെലിഗേഷൻ എന്ന് ചോദിച്ചാൽ ദീസ് ആർ ദ അസൈൻമെൻറ്റ് ഓഫ് റെസ്പോൺസിബിലിറ്റി, ഗ്രാൻഡ് ഓഫ് അതോറിറ്റി, ആൻഡ് ക്രിയേഷൻ ഓഫ് അക്കൗണ്ടബിലിറ്റി. Okay. So with this we can end today's class. So today we have discussed first what is meant by delegation of authority and what is decentralization എന്ന മൊഡ്യൂളാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. അതിൽ വാട്ട് ഈസ് അതോറിറ്റി വി ഹാവ് ഡിസ്കസ്, ദെൻ വാട്ട് ഈസ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് അതോറിറ്റി, വാട്ട് ഈസ് റെസ്പോൺസിബിലിറ്റി, വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് റെസ്പോൺസിബിലിറ്റി, വാട്ട് ഈസ് ഡെലിഗേഷൻ, ആൻഡ് വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് ഡെലിഗേഷൻ, ആൻഡ് ഓൾസോ ദ എലമെൻറ്റ്സ് ഓഫ് ഡെലിഗേഷൻ. ഓക്കെ, സോ വിത്ത് ദിസ് വി ക്യാൻ എൻഡ് ടുഡേയ്സ് ക്ലാസ്. നമുക്ക് അടുത്ത ദിവസം ഇമ്പോർട്ടൻസ് ഓഫ് ഡെലിഗേഷൻ തൊട്ട് ഡിസ്കസ് ചെയ്യാം. നിങ്ങൾക്ക് ഈ പോർഷൻസിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കണം. ഇപ്പം നമുക്ക് സ്റ്റഡി ലീവായിട്ട് പോവുകയാണ് ഇവിടെ, അതുകൊണ്ടാണ് നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സിന് എനിക്ക് കയറാൻ പറ്റുന്നില്ല, ഇവിടെ റിവിഷൻ നടക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും ലൈവ് ക്ലാസ്സുകൾ വെക്കാം, നമുക്ക് അടുത്ത് തന്നെ വെക്കാം. അതുകൊണ്ടാണ് ഇന്ന് റെക്കോർഡ് ക്ലാസ് വരാം. നിങ്ങൾക്ക് റെക്കോർഡ് ക്ലാസ്സിൽ എന്തെങ്കിലും ഡൗട്ട് തോന്നുന്നുണ്ടെങ്കിൽ ചോദിക്കണം കേട്ടോ. ഓക്കെ, സോ ഐ എം എൻഡിങ് മൈ ക്ലാസ്. താങ്ക് യു.